എക്കോ ടെസ്റ്റ് എന്ന് കേട്ടാൽ തന്നെ അധികം ആൾക്കാർക്ക് മനസ്സിലാവും അത് ഹാർട്ടിൻ്റെ ഒരു ടെസ്റ്റാണെന്ന്. പക്ഷേ എന്താണ് ഈ ടെസ്റ്റ്? ആരൊക്കെയാണ് ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ഈ ടെസ്റ്റിൻ്റെ ഉപയോഗം? എത്ര തരത്തിലുള്ള എക്കോ ടെസ്റ്റാണ് ഉള്ളത്? എക്കോ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേദന ഉണ്ടാവുമോ ഇല്ലേ? ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. എല്ലാവർക്കും നമസ്കാരം. ഡോഫുഡിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എക്കോ ടെസ്റ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് റിലീസ് ചെയ്യുന്ന സമയത്ത് മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് നമുക്ക് എക്കോ ടെസ്റ്റ് എന്താണെന്ന് പറയാം. എക്കോ ടെസ്റ്റ് സത്യം പറഞ്ഞാൽ എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറഞ്ഞ ടെസ്റ്റിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇത് ഒരു തരത്തിലുള്ള നോൺ ഇൻവേസീവ് ടെസ്റ്റാണ്. അതായത് നമ്മളുടെ ശരീരത്തിന് വേദനയോ മറ്റു തരത്തിലുള്ള ഡാമേജോ ഒന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ള നോൺ ഇൻവേസീവ് ടെസ്റ്റാണ്. നേരെ മറിച്ച് ആൻജിയോഗ്രാം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പ്രോബ് കയറ്റിയിട്ടാണ് ചെയ്യുന്നത്. അതൊരു തരത്തിലുള്ള ഇൻവേസീവ് ടെസ്റ്റാണ്. ഇനി എക്സ്റേ ആണെന്നുണ്ടെങ്കിലും CT സ്കാൻ ആണെന്നുണ്ടെങ്കിലും ആ ടെസ്റ്റ് എല്ലാം ചെയ്യുന്നത് അയോണൈസിങ് റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ടാണ്. അത് കൂടുതൽ നമ്മളുടെ ബോഡിക്ക് എക്സ്പോസ് ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിക്ക് നല്ലതല്ല. നേരെ മറിച്ച് എക്കോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ബോഡിക്ക് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഡാമേജും ഉണ്ടാക്കുന്നില്ല. എക്കോ ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് ആണ്. ഇത്തരത്തിലുള്ള സൗണ്ട് വേവ്സിന് നമ്മൾ അൾട്രാസൗണ്ട് എന്നും പറയും. നിങ്ങൾ എബ്ഡോമൻ വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അതേപോലത്തെ മെഷീൻ തന്നെയാണ് എക്കോ ടെസ്റ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് എക്കോ ടെസ്റ്റിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യമായിട്ട് നമ്മളുടെ ഹാർട്ടിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഹാർട്ടിൻ്റെ സൈസ് ചെറുതായിരിക്കാം, വലുതായിരിക്കാം. കുറേ കാലം ദീർഘകാലം ഉയർന്ന BP ഉള്ള ആൾക്കാർക്ക് ഹാർട്ടിൻ്റെ ഒരു ചേംബർ, പ്രത്യേകിച്ചും ലെഫ്റ്റ് വെൻട്രിക്കിൾ കുറച്ചൊന്ന് വലുതാവാൻ സാധ്യതയുണ്ട്. ആ ഒരു കണ്ടീഷന് നമ്മൾ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്നാണ് പറയാറ്. രണ്ടാമതായി ഹാർട്ടിൽ നമുക്ക് കുറേ വാൾവുകളുണ്ട്. മെയിനായിട്ട് 4 വാൾവാണുള്ളത്. ഹാർട്ടിൻ്റെ മുകളിലത്തെ ചേംബറിൽ നിന്നും താഴത്തെ ചേംബറിലേക്ക് വരുമ്പം വാൾവുകൾ ഓപ്പൺ ആവുന്നുണ്ട്, പൂടുന്നുണ്ട്. ഹാർട്ടിൻ്റെ മുകളിലത്തെ ചേംബറിൽ നിന്നും താഴത്തെ ചേംബറിലേക്ക് ബ്ലഡ് വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിലുള്ള ഒരു വാൾവ് ഓപ്പൺ ആവും. ആ ബ്ലഡ് താഴേക്ക് പോയതിന് ശേഷം ആ വാൾവ് പൂടും. ആ സമയത്താണ് നമ്മൾ ഹാർട്ട് സൗണ്ട്സ് വരുന്നത്. ആ ഹാർട്ട് സൗണ്ട്സ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റിൽ ഒരു സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയാൽ ലബ്ഡബ് ലബ്ഡബ് സൗണ്ടായിട്ട് കേൾക്കുന്നത്. എക്കോ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഹാർട്ടിൻ്റെ വാൾവുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അത് തുറക്കുന്നത് കറക്റ്റായിട്ടാണോ, ക്ലോസ് ആവുന്നത് കറക്റ്റായിട്ടാണോ, വാൾവിലൂടെ ബ്ലഡ് പോകുന്ന സമയത്ത് ബ്ലഡ് ലീക്ക് ആവുന്നുണ്ടോ, വാൾവ് മുകളിലേക്കോ താഴേക്കോ ബൾജ് ചെയ്ത് പ്രൊലാപ്സ് ആവുന്നുണ്ടോ, വാൾവിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, ഹോൾ ഉണ്ടോ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കും. മൂന്നാമതായി എക്കോ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഹാർട്ടിൻ്റെ കട്ടി എത്രയുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാം. കട്ടി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മസിലാണ്. ഹാർട്ട് എന്ന് പറയുന്നത് ഒരു മസ്കുലാർ ഓർഗനാണ്. ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള ഹാർട്ട് അറ്റാക്കിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ കാര്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഹാർട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് രക്തോട്ടം കുറഞ്ഞു പോവുകയോ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഹാർട്ട് അറ്റാക്ക് പോലത്തെ നെഞ്ചുവേദന അധികം ആൾക്കാർക്കും അനുഭവപ്പെടുന്നത്. അങ്ങനെ ഏതെങ്കിലും ഭാഗത്തേക്ക് രക്തോട്ടം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹാർട്ടിൻ്റെ ആ ഭാഗം കൺട്രാക്റ്റ് ചെയ്യുന്നത്, ചുരുങ്ങുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എക്കോ ടെസ്റ്റ് നമുക്ക് ലൈവായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് നടക്കുന്നുണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഏതാണെന്നുള്ളതും കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി സാധാരണ എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ സ്റ്റഡിയാണ്. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റഡി ഉണ്ട്. അതിനെ നമ്മൾ കളർ അല്ലെങ്കിൽ ഡോപ്ലർ അൾട്രാസൗണ്ട് എന്നാണ് പറയാറ്. ഡോപ്ലർ അല്ലെങ്കിൽ കളർ എക്കോ ടെസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹാർട്ടിലൂടെ പോകുന്ന രക്തത്തിൻ്റെ ഫ്ലോ, അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാവും. ഏത് ദിശയിൽ നിന്നും ഏത് ദിശയിലേക്കാണ് പോകുന്നത്, ബ്ലഡിൻ്റെ ഫ്ലോ മനസ്സിലാക്കാം, ബ്ലഡിൽ ഉണ്ടാകുന്ന പ്രഷറിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ആ കാര്യം പോലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, എക്കോ ചെയ്യുന്ന സമയത്ത് മോണിറ്റർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഭാഗങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വാൾവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സാധാരണ ഹാർട്ട് സൗണ്ട് ലബ്ഡബ് ലബ്ഡബിന് പകരം ഈ തരത്തിലുള്ള മർമർ സൗണ്ടാണ് കേൾക്കാറ്. ആ സൗണ്ട് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാനും എക്കോ ടെസ്റ്റ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. എല്ലാ കുട്ടികളും ജനിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള വാൾവ് ഓപ്പൺ ആയിരിക്കും. അത് മെല്ലെ മെല്ലെ സമയത്തിനോടനുസരിച്ച് അത് മെല്ലെ പൂടി വരികയാണ് ചെയ്യുക. പക്ഷേ ചില ആൾക്കാർക്ക് അത് ഓപ്പൺ ആയിട്ട് തന്നെ നിൽക്കും. അത്തരത്തിലുള്ള കണ്ടീഷൻ ആണോ അല്ലേ എന്നുള്ളതും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ എക്കോ ടെസ്റ്റ് മാത്രം ചെയ്താൽ മതി. എക്കോ ടെസ്റ്റിൻ്റെ മറ്റൊരു വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്തു എന്ന് വിചാരിക്കാം. ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറിയോ അല്ലെങ്കിൽ
ഉയർന്ന ബി പിക്കുള്ള ഹാർട്ടിൻ്റെ മെഡിസിൻസ് മാറ്റി ഹാർട്ടിൽ ആക്ട് ചെയ്യുന്ന തരത്തിലുള്ള മെഡിസിൻസാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ആ മെഡിസിൻസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് തന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ടാണോ പോകുന്നത്, ഹാർട്ടിൻ്റെ പ്രവർത്തനം ബെറ്റർ ആയിട്ടുണ്ടോ ഇല്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങളും എക്കോ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് എക്കോ ടെസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. ഈ ടെസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പ്രിപ്പറേഷനും ആവശ്യമില്ല. അതായത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയോ വെറും വയറിൽ ഫാസ്റ്റിംഗ് സമയത്ത് പോയി ചെയ്യണമെന്ന് അങ്ങനത്തെ ഒരു നിർബന്ധവുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ചില ലാബുകളിൽ ഈ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ അധികവും ഹോസ്പിറ്റലുകളിലാണ് എക്കോ ടെസ്റ്റ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ 800 മുതൽ 1000 റുപ്പീസാണ് എക്കോ ടെസ്റ്റിന് ചാർജ് ഈടാക്കാറ്. സൗണ്ട് വേവ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള വേദനയും ഉണ്ടാവാറില്ല. എക്സ്റേസ് എല്ലാം അയോണൈസിങ് റേഡിയേഷനാണ്, CT സ്കാനും അയോണൈസിങ് റേഡിയേഷൻസാണ്. ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ എക്സ്റേ വെച്ചിട്ടുള്ള ഒരു ഇമേജാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ എക്കോ ടെസ്റ്റ് ചെയ്യുമ്പം അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ല. നിങ്ങൾ റേഡിയേഷൻ്റെയും പേടിക്കേണ്ട. ഇത് കംപ്ലീറ്റ്ലി ഹാംലെസ് ആയിട്ടുള്ള പ്രഗ്നൻസിയിൽ പോലും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. എക്കോ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി അപ്പർ ബോഡി എക്സ്പോസ്ഡ് ആയിരിക്കണം. ഒരു തരത്തിലുള്ള വെള്ളത്തിൽ അലിയുന്ന വാട്ടർ സോല്യുബിൾ ജെല്ല് ചെസ്റ്റിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് എക്കോ ടെസ്റ്റ് ചെയ്യുന്നത്. എക്കോ ടെസ്റ്റ് ചെയ്യുന്ന ആൾ സോണോഗ്രാഫർ ആയിരിക്കും, ചിലപ്പോൾ റേഡിയോളജിസ്റ്റ് ആയിരിക്കും. ചില സിറ്റുവേഷൻസിൽ കാർഡിയോളജിസ്റ്റും ചെയ്യാറുണ്ട്. നിങ്ങൾ വയറിൻ്റെ സ്കാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കയ്യിൽ പിടിക്കുന്ന ഒരു പ്രോബ് പോലത്തെ സാധനം, അതിനെയാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അതേ ഉപകരണം ഉപയോഗിച്ചിട്ടാണ് എക്കോ ടെസ്റ്റും ചെയ്യാറ്. നിങ്ങളുടെ ചെസ്റ്റിൽ ഈ പറഞ്ഞ ജെല്ല് പല ഭാഗത്തും അപ്ലൈ ചെയ്തതിന് ശേഷം ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ച് അവർ ഓരോ ഭാഗത്ത് പ്രസ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ചില പൊസിഷനിൽ നിങ്ങൾക്ക് ചിലപ്പം മാറാൻ പറയും, ചിലപ്പം ചെരിഞ്ഞ് കിടക്കാനും ചിലപ്പം നേരെ കിടക്കാൻ പറയും. അങ്ങനെ ഓരോ പൊസിഷനിൽ കിടക്കാൻ പറയുന്നത് നിങ്ങളുടെ ഹാർട്ടിനെ കുറച്ചും കൂടി ക്ലിയർ ആക്കി കാണാൻ വേണ്ടിയിട്ടാണ്. സൗണ്ടിൻ്റെ വേവ്സ് നമ്മളുടെ ഹാർട്ടിൽ പോയി തിരിച്ച് തട്ടി വരുന്ന ആ ഒരു ഇമേജ് അവർക്ക് ഒരു മോണിറ്ററിൽ കാണാൻ സാധിക്കും. ചില സമയത്ത് ചില പൊസിഷനിൽ കിടക്കുമ്പോൾ അവർ കുറച്ച് കൂടുതൽ പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ചെറിയൊരു വേദന അനുഭവപ്പെടാൻ ചാൻസ് ഉള്ളൂ. അതും ചെറിയ ബ്ലണ്ടായിട്ടുള്ള ചെറിയ മൈൽഡായിട്ടുള്ള പെയിൻ ആയിരിക്കും. അതുകൂടാതെ ഒരു തരത്തിലുള്ള പെയിനും സാധാരണ രീതിയിൽ എക്കോ ടെസ്റ്റ് ചെയ്യുന്ന ആർക്കും അനുഭവപ്പെടാറില്ല. ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ അവർ ആ റൂമിലുള്ള ലൈറ്റ്സ് ഒന്ന് ഡിം ആക്കാറുണ്ട്. ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മോണിറ്ററിൽ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ 15-20 മിനിറ്റിനുള്ളിൽ ഈ ടെസ്റ്റ് ചെയ്ത് തീരാറുണ്ട്. ഈ ടെസ്റ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ചെസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ജെല്ലെല്ലാം തുടച്ച് കളയാൻ പറ്റുന്നതാണ്. ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസം നിങ്ങൾ സാധാരണ കഴിക്കുന്ന എല്ലാ ടാബ്ലറ്റ്സും കഴിക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഈ ടെസ്റ്റ് റിപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നത് ഒരു റേഡിയോ ഡയഗ്നോസിസ് കഴിഞ്ഞിട്ടുള്ള ഡോക്ടർ സൈൻ ചെയ്തിട്ടായിരിക്കും. അത് നിങ്ങളുടെ കാർഡിയോളജിസ്റ്റിനും കൂടി കാണിക്കുന്ന കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഈ ടെസ്റ്റ് ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. സത്യം പറഞ്ഞാൽ എല്ലാവരും ചെയ്ത് നോക്കേണ്ട ഒരു ടെസ്റ്റാണ് എക്കോ ടെസ്റ്റ്. പ്രഗ്നൻസി സമയത്ത് പോലും ചെയ്യാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. പ്രഗ്നൻസി സമയത്ത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീൻ്റെ ഹാർട്ട് ആ സമയത്ത് കുറച്ച് ബ്ലഡിൻ്റെ വോളിയം കൂടും. അവരുടെ ഹാർട്ട് നോർമലാണോ, അവർക്ക് മുമ്പേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് നോക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ഫീറ്റൽ എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. ഫീറ്റസ് എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനെയാണ് നമ്മൾ ഫീറ്റസ് എന്ന് പറയുന്നത്. ആ ഫീറ്റസിൻ്റെ ഹാർട്ട് പോലും 18 മുതൽ 22 ആഴ്ച 18 to 22 വീക്സ് പ്രഗ്നൻസീൻ്റെ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫീറ്റസിൻ്റെ ഹാർട്ട് കൃത്യമായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, വാൾവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി മറ്റുള്ളവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ, അത് ചെസ്റ്റ് പെയിൻ ആവാം, ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടുതലായിട്ട് അറിയുന്ന സിറ്റുവേഷൻ ആവാം, അതിനെ പാൽപിറ്റേഷൻ എന്നാണ് പറയുന്നത്, ഹാർട്ടിൻ്റെ റിതം മാറുന്നതാവാം, താളത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശ്വാസം വലിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. കാൽ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ മുഖത്തോ വയറിൻ്റെ അവിടെയൊക്കെ നീർക്കെട്ടുണ്ടെങ്കിൽ ചിലപ്പം ഹാർട്ട് ഫെയിലിയർ കൊണ്ടായിരിക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് മുമ്പേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എക്കോ ടെസ്റ്റ് നിങ്ങളുടെ ഡോക്ടർ പറയുന്ന സമയത്ത് ചെയ്യേണ്ടതാണ്. ഇനി ഇതൊന്നുമല്ലെങ്കിലും നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ വെറുതെ പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹാർട്ടിൽ മർമർ കേൾക്കുന്നുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വാൾവിൻ്റെ ചെറിയ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. ചിലപ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാതെയും മർമർ കേൾക്കാം. അതെന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ എക്കോ ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് കുറേ കാലമായി ഉയർന്ന ബി പി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബി പിൻ്റെ കാരണം കണ്ടുപിടിക്കാനും ചിലപ്പം എക്കോ ടെസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പേ വാൾവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ജന്മന ഹാർട്ടിൻ്റെ വാൾവിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, ജനിച്ച സമയത്ത് ഹാർട്ടിൽ ഹോളുണ്ട്, അത് അടഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മുമ്പേ ഹാർട്ടിന് എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ എന്തെങ്കിലും മേജർ സർജറി ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചെറുപ്പക്കാർക്ക് ഒഴിച്ച് ബാക്കി അധികം ആൾക്കാർക്കും എക്കോ ടെസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ശരീരത്തിൽ ക്ലോട്ട് കാരണം മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്ട്രോക്കിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇസ്കീമിക് സ്ട്രോക്കിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ചില തരത്തിലുള്ള സ്ട്രോക്ക് ഉണ്ടാവുന്നത് നമ്മളുടെ കാലിൽ നിന്നോ ഹാർട്ടിൽ നിന്നോ ഉള്ള ക്ലോട്ട് തലച്ചോറിലേക്ക് പോയി അവിടെ രക്തോട്ടം കുറയ്ക്കുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അന്നിപ്പം ഹാർട്ടിലാണോ അത്തരത്തിലുള്ള പ്രശ്നം വന്നതെന്ന് കണ്ടുപിടിക്കാൻ എക്കോ ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഒബീസിറ്റിയും പൊണ്ണത്തടിയും കൊളസ്ട്രോൾ ലെവൽ വളരെയധികം കൂടി നിൽക്കുന്ന ആൾക്കാർ, ഇത്തരത്തിലുള്ള അധികം ആൾക്കാരെയും നമ്മൾ ഹൈ റിസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഹൈ റിസ്കിലുള്ളവരൊക്കെ 3 മുതൽ 5 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് എക്കോ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഇനി നിങ്ങൾ ഓൾറെഡി ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ, നിങ്ങളുടെ കാർഡിയോളജിസ്റ്റ് പറയുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും എക്കോ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ടാണോ പോകുന്നതെന്ന് കണ്ടുപിടിക്കാനും യൂസ്ഫുൾ ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് എക്കോ ടെസ്റ്റിൻ്റെ വിവിധ തരങ്ങളെന്ന് നോക്കാം. അതിലാദ്യം പറയാനുള്ളത് ട്രാൻസ് തൊറാസിക് ആണ്. നമ്മൾ സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞ ട്രാൻസ്ഡ്യൂസർ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ മുകളിൽ, ചെസ്റ്റിനെയാണ് നമ്മൾ തൊറാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യുന്ന എക്കോ ടെസ്റ്റിനെയാണ് നമ്മൾ ട്രാൻസ് തൊറാസിക് എന്ന് പറയുന്നത്. ഇത് പൊതുവേ പെയിൻലെസ് ആണ്, പെയിൻ ഉണ്ടാവില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കൂടാതെ ട്രാൻസ് ഈസോഫേജിയൽ എന്ന് പറഞ്ഞിട്ട് മറ്റു തരത്തിലുള്ള ഒരു എക്കോ ടെസ്റ്റും കൂടിയുണ്ട്. ഈസോഫേഗസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫുഡ് പൈപ്പാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന കുഴൽ. ചില ആൾക്കാർക്ക് ഈ ഈസോഫേഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പ് വഴി എൻഡോസ്കോപ്പ് ചെയ്യുന്ന അതേപോലെ തന്നെ ഒരു പ്രോബ് താഴേക്ക് ഇറക്കി ഹാർട്ടും ഈ ഫുഡ് പൈപ്പും വളരെ അടുത്തടുത്തായതുകൊണ്ട് അത്തരത്തിലുള്ള എക്കോ ടെസ്റ്റും ചെയ്യാറുണ്ട്. ഇത് സാധാരണ രീതിയിൽ ചെയ്യുന്നത് റെയറാണ്. പക്ഷെ ആർക്കൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലങ്സിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ലങ്സിൽ നീർക്കെട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ TB ഉള്ള പേഷ്യൻസ്, സിവിയർ ആയിട്ടുള്ള ന്യൂമോണിയ ഉള്ള പേഷ്യൻസിനൊക്കെ ചിലപ്പം തൊറാക്സ് വഴി, ചെസ്റ്റ് വഴി ചെയ്യുന്ന എക്കോ ടെസ്റ്റിൽ കൃത്യമായിട്ട് ഹാർട്ടിനെ കാണാൻ ചിലപ്പം സാധിക്കില്ല. ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ ട്രാൻസ് ഈസോഫേജിയൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പം എൻഡോസ്കോപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വായിലേക്ക് ഒരു പ്രോബ് ഇറക്കുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം 2 ഡയമെൻഷണൽ എക്കോ ആണ്. അതായത് 2 ഡയമെൻഷനിലാണ് ഈ ഹാർട്ടിൻ്റെ ഇമേജ് പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഡയമെൻഷനും കൂടി കൂട്ടിയിട്ട് 3Dയും 4 ഡയമെൻഷണൽ എക്കോ ടെസ്റ്റ് പോലും ഇപ്പോൾ അവൈലബിൾ ആണ്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഹാർട്ടിൻ്റെ 360 ഡിഗ്രി കംപ്ലീറ്റ് ചുറ്റിലുള്ള വ്യൂ കിട്ടുന്ന തരത്തിലുള്ള എക്കോ ടെസ്റ്റും ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. 3 ഡയമെൻഷണൽ 4 ഡയമെൻഷണൽ അൾട്രാസൗണ്ട് എബ്ഡോമൻ സ്കാനും ചില സാഹചര്യത്തിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ 3D 4D എക്കോ ടെസ്റ്റും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ എല്ലാ എക്കോ ടെസ്റ്റും നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ കിടക്കുന്ന സമയത്താണ് ചെയ്യാറ്. പക്ഷേ ചില സിറ്റുവേഷനിൽ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് 100ന് മുകളിലേക്ക് 120ന് മുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഹാർട്ടിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഓരോ പാർട്ടും, വാൾവുകളും ഹാർട്ടിൻ്റെ മസിലൊക്കെ കൃത്യമായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, പമ്പിങ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ സ്ട്രെസ് എക്കോ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ഹാർട്ടിനെ സ്ട്രെസ്സിൽ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിക്കൽ നിങ്ങളടുത്ത് ഓടാൻ പറയും. നിങ്ങൾ കുറച്ച് സമയം ട്രെഡ്മില്ലിൽ ഓടിയതിന് ശേഷം നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് വളരെയധികം കൂടിയ സമയത്ത് പെട്ടെന്ന് നിങ്ങളടുത്ത് കിടന്നിട്ട് ചെയ്യുന്ന ടെസ്റ്റ്, അതൊരു തരത്തിലുള്ള സ്ട്രെസ് എക്കോ ടെസ്റ്റാണ്. രണ്ടാമത് വേറൊരു തരത്തിൽ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ കിടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു മരുന്ന് തന്നിട്ട് ആ മരുന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂട്ടാൻ വേണ്ടിയായിരിക്കും. സാധാരണ ഉപയോഗിക്കുന്നത് ഡോബ്യൂട്ടമിൻ പോലത്തെ മരുന്നാണ്. ആ സമയത്തും എക്കോ ടെസ്റ്റ് ചെയ്യുന്നത് സ്ട്രെസ് എക്കോ ടെസ്റ്റാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എക്കോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം താഴെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും ടെസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയാൽ മതി. ഹൃദയരോഗങ്ങൾ ഉണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് ECG ടെസ്റ്റാണ്. ആ ടെസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ എല്ലാ വീഡിയോസും ഒരൊറ്റ പ്ലേലിസ്റ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.